ഇരിക്കുന്നു. ഞാൻ ചെല്ലുന്ന സംഗതികളെല്ലാം ജയമെടുത്ത് മടങ്ങി വരുന്നു. പോകുന്ന വഴികളിലെല്ലാം സന്തോഷവും വീരമായ ഗാഥകളൊക്കെയും രചിക്കുന്ന സ്വഭാവത്തോടു കൂടി കടന്നു വരുന്നു. ഇങ്ങനെയുള്ള ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ യൗവനത്തിന്റെ മധ്യഭാഗം വന്നപ്പോൾ എന്റെ കോളേജ് പഠനങ്ങൾക്ക് ശേഷം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അവിടെ ഒരു അല്പം ഗുണ്ടാ പ്രവർത്തനങ്ങളിലൊക്കെയും ഏർപ്പെട്ട് എന്റെ ജീവിതം കഴിച്ചു പോന്നു. അന്ന് എനിക്ക് കളരിപ്പയറ്റ് എന്ന് വേണ്ട കലാ സാംസ്കാരിക സംഘടനകളൊക്കെയും അംഗമായിട്ട് സ്വന്തമായ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് ബോധിച്ചതുപോലെയൊക്കെ ജീവിച്ച് നടന്ന ഒരു കാലഘട്ടം. ആരെയും കൂസാതെ വണ്ണം, ആരെയും പേടിയില്ലാതെ വണ്ണം വ്യത്യസ്തമായ ഒരു മേഖലയിൽ ജീവിച്ചു പോന്നു. എന്നാൽ എനിക്കൊരു ജോലി ലഭിച്ചതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം, അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണമല്ലോ എന്ന് കരുതി ഞാൻ സന്യാസത്തിലേക്ക് കടക്കുവാനിടയായി. സന്യസ്ത ജീവിതത്തിലേക്ക് കടന്നു. അനേക സമയം ഞാൻ ധ്യാനിക്കുമായിരുന്നു. ഹഠാസനം എന്ന് പറയുന്ന ഒരു ആസനമുണ്ട്, രക്തം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ കൂടി ഞാൻ എന്റെ ജീവിതം നയിച്ചു പോകുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ അനേക സമയം ധ്യാനിച്ച് ഞാൻ സന്യസ്തമായ രീതിയിൽ ജീവിച്ചു പോന്നെങ്കിലും ഒരു നിരീശ്വരവാദിയുടെ മനസ്സായിരുന്നു എന്റെ ഉള്ളിന്റെ ഉള്ളിൽ. എനിക്കൊരു ദൈവത്തോട് പ്രത്യേകമായ മമതയോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഗൾഫിന്റെ ലോകത്തേക്ക് ജോലി നേടിപ്പോകുന്നത്. അവിടെ വെച്ച് ഞാൻ നല്ലൊരു ജോലി ലഭിച്ചു. എന്റെ വിവാഹശേഷം എന്റെ വൈഫിനെ കൊണ്ടുവന്നു. സന്തോഷപ്രദമായ ഒരു ജീവിതം ജീവിച്ചിരിക്കുന്ന കാലയളവില് പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് എനിക്കൊരു ആവശ്യമായ സംഗതി കടന്നു വന്നു. മനുഷ്യർക്ക് സഹായിക്കാൻ കഴിയാത്തതും ദൈവത്തിന് മാത്രം സാധിക്കുന്നതുമായ ഒരു വിഷയത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ എവിടെയാണ് എന്താണ് പ്രാർത്ഥന എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ചില വ്യക്തികളുടെ സമ്മർദ്ദ മുഖാന്തരം അവരെന്റെ ഗൃഹത്തിൽ വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറയുവാനിടയായി. എന്നാൽ ക്രിസ്തു ആരാണെന്ന് അറിയാമെങ്കിലും അത് എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. അവരൊരു ബൈബിൾ എന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ഇത് വായിക്കൂ. പെന്തക്കോസ്തുകാരാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഇതൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല, ഇദ്ദേഹത്തെ കുറിച്ചൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല, ഞാനൊരു വേറെ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആ വേദപുസ്തകം വായിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായി. ആരെങ്കിലും ഇതുപോലെ കടന്നു വന്നാൽ അവരോട് രണ്ടു വാക്ക് പറയണം, അവരെ അതിന് ഉത്തരം മുട്ടിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി വളരെ സ്പഷ്ടമായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കണമെന്നുള്ള ധാരണയോടുകൂടി ഞാൻ ആ വേദപുസ്തകം എന്റെ കയ്യിലെടുത്തു വെച്ച് പറഞ്ഞു, അത്യുന്നതനായ ദൈവം ഇതിൽ വസിക്കുന്നുവെങ്കിൽ, സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കിയവനായ ദൈവം ഈ പുസ്തകത്തിൽ വസിക്കുന്നുവെങ്കിൽ, എന്റെ ദൈവമേ നീ എന്നെ രൂപാന്തരപ്പെടുത്തണം, അങ്ങനെ പഠിപ്പിക്കണം. എന്നെ ആര് ഈ ഭൂമിയിൽ പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കത്തില്ല, അത് ഞാൻ അംഗീകരിക്കുന്നുമില്ല, അങ്ങനെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പുസ്തകം വായിക്കുവാൻ തുടങ്ങി. ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ മദ്യപിച്ചിരുന്ന ഞാൻ അന്ന് മുതൽ മദ്യപാനം ഉപേക്ഷിക്കുകയുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ മറന്നുപോയി, എനിക്കതിന് സാധിച്ചില്ല. അന്ന് മുതൽ ഈ സമയം വരെയും ഈ ദിവസം വരെയും മദ്യപാനമോ പുകവലിയോ ഒന്നും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് മാനസാന്തരം ഉണ്ടാകുവാനിടയായി. എന്റെ പാപങ്ങളെ പറ്റി ബോധ്യപ്പെടുവാനിടയായി. എന്റെ തെറ്റിനെ കുറിച്ച് ഞാൻ ചിന്തിപ്പാനിടയായി. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ വളരെ പാപിയാണല്ലോ, എങ്ങനെ എനിക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും? ദൈവത്തെ പരിചയപ്പെടണമെങ്കിൽ പരിശുദ്ധനായും ഒരു വിശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ എന്റെ പാപനിമിത്തം എനിക്ക് ദൈവസന്നിധിയിൽ ആയിത്തീരുവാൻ കഴിയുകയില്ലല്ലോ എന്ന് കരുതി എന്നിലുള്ള പാപങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഞാനന്ന് പല വിധത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. അതെല്ലാം ഓരോന്നായി ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ദൈവം എന്റെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതാകുന്നു ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ പോന്നു വന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഞാൻ യേശു ക്രിസ്തുവിനെ
മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം യേശുക്രിസ്തു എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് വിചാരിച്ച് ഞാനത് വിശ്വസിച്ച് അംഗീകരിച്ചും കൊണ്ടതിനാല് സമാധാനമുള്ള ഹൃദയവും നീതിയായ ഒരു ജീവിതം എനിക്ക് നൽകി. ഇന്ന് വളരെ പ്രത്യാശയോടുകൂടി ഞാൻ ജീവിക്കുന്നു. ഇന്നുവരെ സഹായിച്ച ദൈവം അന്ത്യം വരെയും എന്നെ സൂക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എന്റെ ചെറിയ അനുഭവ സാക്ഷ്യം ഞാൻ ചൊല്ലിക്കുകയാണ്.